ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വരുവാണ്. തള്ളേന്ന് വിളിക്കാൻ പാടില്ല ചേച്ചി. ഹലോ ഗൈസ്, വെൽക്കം ടു RJBinFace യൂട്യൂബ് ചാനൽ. ഹായ് പറ, ഹായ് പറ. ഹായ്. കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ വ്ലോഗ് ചെയ്യുന്നത്. ചേച്ചിക്ക് ശല്യമാവുന്നുണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നത്? ഇല്ലില്ല, അല്ലെങ്കിൽ ഞാൻ ശല്യമാണല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഗൈസ്, കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇതേപോലെ ഇവിടുന്ന് ഞാൻ ഇൻട്രോ എടുത്തിട്ട് നേരെ പോയി എന്തെടുത്തു? കെറവെടുത്തു. എന്റെ അമ്മ കെറവെന്ന് പറഞ്ഞു കെറവെടുത്തു. അപ്പൊ ഈ വർഷം നമ്മൾ കറക്റ്റ് നമ്മുടെ ബർത്ത്ഡേയോടനുബന്ധിച്ച് അടുത്ത വണ്ടി ഇറക്കാൻ വേണ്ടി പോവാണ്. ഹണ്ടർ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ റോയൽ എൻഫീൽഡിലേക്ക് നമ്മൾ പോവാണ്. ഇവിടുന്ന് ബ്രൂട്ടേഷൻ ചെയ്യാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല ഗൈസ്. പക്ഷെ എന്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് ഇപ്പോഴത്തെ എന്റെ കോലം. എന്റെ അമ്മേനൊന്ന് കാണിച്ചു കൊടുക്കും. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഞാനാണ് വണ്ടി എടുക്കാൻ പോകുന്നത്. മീൻസിനെ കൂടെ കൂട്ടുന്നതേ ഉള്ളു. വേണമെങ്കിൽ വന്നോളൂ. വേണ്ട വേണ്ട, എന്റെ മുഖത്തൊന്നും ഇടല്ലേ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ തനിയെ എന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നൊക്കെ കൊണ്ട് കേറിയിരിക്കുന്നു. മരിയക്ക് ബ്രൂട്ടീഷൻ ഒന്നും ചെയ്യണ്ടേ? എനിക്കൊന്നും ചെയ്യണ്ട, ഞാൻ പിന്നെ നാച്ചുറൽ ആയിട്ട്. അതെ അതെ അതെ, മരിയ ഇത്തിരി പാന്റ് ഇടാൻ മറന്നു വിട്ടേ. അമ്മ മക്കളും ഒരുക്കം തുടങ്ങിട്ടെ കുറെ നേരമായി കേട്ടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവരുടെ കൂടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മഴ പെയ്താ ഞാൻ ധൈര്യത്തെ മഴയത്ത് നിൽക്കും. എന്താണെന്നറിയാമോ? ഇവരുടെയൊക്കെ പുട്ടി ഒലിച്ചു പോകും. നമ്മളെ കാണുമ്പോ എല്ലാവർക്കും അറിയാം നമ്മള് നല്ല സുന്ദരനാണെന്ന്. ഇതാണ് ഗൈസ് ചാച്ചന്റെ ഔട്ട്ഫിറ്റ്. മുണ്ടും ഷർട്ടും ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ചാച്ചൻ മുണ്ട് ഷർട്ട് ഇടുന്നതാണ് ഇഷ്ടം. അത് കാരണം ഞങ്ങള് മുണ്ട് ഷർട്ടും ചാച്ചന് ചൂസ് ചെയ്തു. ഒരു പാന്റ് എടുത്തോണ്ട് വന്നായിരുന്നല്ലേ അപ്പ? അതെ അതെ. അമ്മ മക്കളും അസൂയ കാരണം അത് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ പാന്റ് ഷർട്ടും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോ നല്ല ലുക്കായിരുന്നു. ഒരു ഷൂവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നു. അപ്പൊ ഇവരെല്ലാം കണ്ണു വെച്ച് അത് വേണ്ടെന്ന് പറഞ്ഞ് അത് മാറ്റിച്ചു. ആണോ അമ്മ? നല്ല രസമുണ്ട്. പക്ഷെ മരിയ പറഞ്ഞ കുരങ്ങച്ചിനെ പോലെ ഇരിക്കുവോ? ആണോ മരിയ അങ്ങനെ പറഞ്ഞ? മരിയെ എനിക്ക് ഞാൻ എന്നെ കണ്ടിട്ട് ടോക്കിംഗ് ടോമിനെ ഉടുപ്പിടിപ്പിച്ചു. പക്ഷെ മരിയക്ക് സെലക്ട് ചെയ്ത് ഞാനാണ് കേട്ടോ. എന്റെ ഒക്കെ ഇട്ടിട്ട് വണ്ടി ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു സെറ്റ് ആയി എടുത്തോളാൻ പറഞ്ഞു. ഈ ടോപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഈ ഷോർട്ട്സ് അപ്പഴാണ്. നീ ഒരു സിഗറൊക്കെ എടുത്തോട്ടോ അതും പറഞ്ഞോണ്ട് ഞാനാണ് പറഞ്ഞു വിട്ടത്. ഇപ്പൊ സത്യം പറഞ്ഞ ഒരു കാര്യം മനസ്സിലായി, മക്കളെ വഴിതെറ്റിക്കുന്നത് ചാച്ചനും അമ്മയും കൂടെ ചേർന്നാണ്. ഇത് കാണുമ്പോ കുറെ പേര് എന്നെ തെറി പറയും. മകൾക്ക് നല്ലൊരു മകള് ബാക്കി ഉടുപ്പിടാൻ മറന്നുപോയോ? മക്കൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സാണോ വാങ്ങി കൊടുക്കുന്നത്, ചാച്ച മകൾക്ക് നല്ല ഡ്രസ് വാങ്ങിച്ചു കൊടുക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റ് ഇടും. അതിനെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? ഞങ്ങളിങ്ങനെ ഹാപ്പിയായിട്ട് ചിരിച്ചു കാണുന്നത്. അല്ല, മക്കൾക്ക് അവരവരുടെ ഡ്രസ് ഇടാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിന്റെ അകത്ത് നമ്മൾ കൈ കടത്തത്തില്ല. പിന്നെ വളരെ മോശമാണ് സമൂഹത്തിന്റെ മുന്നിൽ അതിട്ടുണ്ട് ഇറങ്ങാൻ പറ്റാത്താണെങ്കിൽ ഞാൻ ഇടപെടും. ഇതൊക്കെ എന്താ പറയുന്നത്, ഫാഷൻ അല്ലേ? ഫാഷൻ അല്ലേ? കുഴപ്പമില്ല, അങ്ങനെ കണ്ടാ മതി. അതിനെ വേറെ രീതിയിൽ കാണുന്നത് അങ്ങനെ കാണത്തുള്ളൂ. അങ്ങനെ നമ്മള് മേക്കപ്പ് ഇട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചാച്ചൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മരിയുണ്ട്, അമ്മയുണ്ട്, എന്റെ പുതിയ ബാഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നത്, നമ്മുടെ വണ്ടി എടുക്കുന്നത് കോട്ടയത്തു നിന്നാണ്. നമ്മുടെ ലുലു മോളിന്റെ അടുത്തുള്ള മണിപ്പുഴയിലെ നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിൽ നിന്നാണ്. സോ നമ്മൾ അങ്ങോട്ട് പോവാണ്. 12:30-ക്കാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ പോയെങ്കിൽ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ വീഡിയോഗ്രാഫർ ഓൺ ദ വേ ആണ്. പിന്നെ കുറെ നാൾക്ക് ശേഷം വ്ലോഗ് ചെയ്യുന്നതിന് ഒരു ഗ്ലോ ഒക്കെ ഉണ്ട് എന്റെ ഫേസിൽ. കാരണം ഷോർട്സിലാകുമ്പോൾ നമ്മൾ 1 മിനിറ്റ് കഷ്ടപ്പെട്ടെല്ലാം പറഞ്ഞു നിർത്തണമല്ലോ. ഇതിപ്പോ കുറെ കാര്യങ്ങൾ കുറെ നേരം പറയാലോ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഞാൻ വേറൊരു വീഡിയോഗ്രാഫറിനെ സത്യം പറഞ്ഞാൽ വെച്ചിട്ടില്ല വ്ലോഗിന് വേണ്ടിയിട്ട്. സോ എല്ലാ വിഷ്വൽസും എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ചാച്ചന്റെ വ്ലോഗ്, അല്ല അമ്മയുടെ മരിയുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയാൽ മതി. അതിനകത്ത് കാണാൻ പറ്റും ഞങ്ങളുടെ വീഡിയോസ് എല്ലാം. സ്റ്റോറീസ് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഷോർട്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അതെല്ലാം കാണാൻ പറ്റും. അപ്പൊ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ ഇടുമ്പോൾ അടുത്ത വർഷം നമ്മൾ വേറെ എന്തെങ്കിലും വണ്ടിയും കൂടി എടുത്ത് കാണുമല്ലേ? അത്രേ ഉള്ളൂ. അത്രയ്ക്കും മടിച്ചാണ് ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് മതി നമ്മുടെ ഷോറൂം എത്താനായിട്ട്. ഗൈസ്, വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ആര് ഓടിക്കും എന്നുള്ളതാണ് നിലവിലെ കൺഫ്യൂഷൻ. ഇപ്പൊ എല്ലാവർക്കും ഓടിക്കാൻ അറിയാം. ഞങ്ങളുടെ മരിയ പ്രോ കുട്ടിയാണ്. പ്രോ കുട്ട, നീ ഓടിക്കോ? പുതിയ വണ്ടി അതുകൊണ്ട് ഓടിക്കാൻ ഒരു പേടി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒന്നും അറിയാന്നിട്ടും എല്ലാം അറിയാവുന്ന ആളെ പോലെ ഭാവിക്കുന്ന ഒരാളുണ്ട്. ഓടിക്കോ അമ്മേ? പിന്നെ ഞാൻ ഓടിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ ഓടിച്ചോണ്ട് പോകാന്ന്. പക്ഷെ ഇവര് അയ്യോ, അത് കേട്ടപ്പോ എന്റെ ഫോണിന് വരെ ബോധക്കേടായി പോയി. എന്താപ്പാ? അമ്മ ബൈക്കെ തൊട്ടിട്ട് ഒരൊറ്റ ഓട്ടോ ഓടും. ചിരിക്കണ ഇതിന് ചിരിക്കണ. ഓക്കെ, അപ്പൊ നിലവില് നമ്മുടെ റോയൽ എൻഫീൽഡ് ആരോടിക്കും? ഞാൻ തന്നെ ഓടിക്കും. ഓക്കെ, പുത്തൻ വണ്ടിയാണ്. അപ്പൊ നമ്മുടെ കെർവ് ഞാനും എന്റെ മമ്മിയും കൂടെ ഓടിക്കല്ലേ മമ്മി? ഞാനും നിങ്ങളുടെ കൂടെയാ. എയർ ബാഗെങ്കിലും ഉണ്ട്. നമ്മുടെ വണ്ടിയിലാവുമ്പോഴേക്കും ചാച്ചന്റെ കുടവേറുണ്ട് എയർ ബാഗ് ആയിട്ട്. എന്തായാലും നമ്മൾ ഇപ്പതേ ഷോറൂം അടുക്കാനായിട്ടുണ്ട്. കോട്ടയത്ത് വലിയ ട്രാഫിക് ഒന്നും എപ്പോഴും അനുഭവപ്പെടാറില്ല. അതുപോലെ തന്നെ ട്രാഫിക് ഒന്നും ഇല്ല.
കൂളാണ്. അപ്പൊ നമ്മളിപ്പോ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇടയിൽ കൂടെ ഒക്കെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം ഗൈസ്. അങ്ങനെയാണ് ഇപ്പൊ വിശ്വസിക്കുന്നത്. നമ്മൾ എടുക്കാൻ പോണ വണ്ടി മൂൺ ഷോട്ട് വൈറ്റ് ആണ്. ഇറങ്ങിയിട്ട് 1 മാസം ആയിട്ടേ ഉള്ളൂ. അത് കാരണം ഇത് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു, ഭയങ്കര ഡിമാൻഡാണ് ഈ വണ്ടിക്ക്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് May 25th നമ്മൾ കർവ് എന്റെ ബർത്ത്ഡേ എല്ലാം നമ്മൾ റിവീൽ ചെയ്തത് അന്ന് എടുക്കും എന്നാണ്. പക്ഷെ അന്ന് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കുറച്ചുകൂടെ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കാത്തിരുന്ന് ഇന്ന് നമ്മുടെ കയ്യിലേക്ക് ആര് വരും? നമ്മുടെ വണ്ടി വരും. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കാർ എടുത്തപ്പോ പറഞ്ഞ പോലെ പറയുമ്പോ നമ്മുടെ വീട്ടിലേക്ക് 3ാമതൊരാളും കൂടെ വരുവാണ്. അമ്മയ്ക്ക് വയ്യ ഗൈസ്, അമ്മയ്ക്ക് അറിയാലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിലേക്ക് ഇതുവരെ 2 വീലർ മേടിച്ചിട്ടില്ല അല്ലേ മരിയെ? അതെ, 8ാമതൊരാളും കൂടെ വരുവാണ്. ഗൈസ് അമ്മയ്ക്ക് വീണ്ടും വയ്യ ഗൈസ്. വിവരമില്ലാത്ത തള്ളാന്ന് വിചാരിച്ച് നിങ്ങൾ ക്ഷമിക്കണേ. ഓക്കെ മരിയ പറ. നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് 2 വീലർ ആണ്. നമ്മൾ ഇതിനു മുമ്പ് യൂസ് ചെയ്തോണ്ടിരുന്ന ചാച്ചന്റെ ഒരു ഫ്രണ്ടിന്റെ 2 വീലർ ആയിരുന്നു. ഞങ്ങളുടെ മുരളിയണ്ണൻ തന്ന 2 വീലർ ആയിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മള് സ്വന്തമായിട്ട് മേടിക്കുന്ന ഫസ്റ്റ് 2 വീലർ. അത് പറഞ്ഞോണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് മേടിച്ച ഫസ്റ്റ് കാറിലിരുന്നിട്ട്. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും കൈയടിക്കാൻ ആളുണ്ട് കൈ, കുഴപ്പമില്ല, ചാച്ചനും അടിച്ചാനേ. പക്ഷെ ഇപ്പൊ ഇവിടെ അതിനെക്കാട്ടി വലിയ പണി എടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, എല്ലാ കാര്യം പറയുമ്പോൾ നമ്മള് നമ്മുടെ കോസ്റ്റ്യൂമിന്റെ കാര്യം പറയണം. ഔട്ട്ഫിറ്റ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, മിൻക തന്നെയാണ്. ഞാൻ മിൻകില ചേച്ചി മിൻകില ചേച്ചി ഇവരത്തൊക്കെ പറയുന്നല്ലേ അമ്മ? ഓക്കെ, അപ്പം ഉണ്ട് നമ്മുടെ നൗഫിയ ബീഗം. അപ്പം ചേച്ചി എടുത്ത് ഞാൻ 2 ആഴ്ച മുമ്പ് പറഞ്ഞു ചേച്ചി നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ചേച്ചി ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി അറിഞ്ഞാണ്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ചാച്ചന്റെ ഡോർ തുറന്ന് ലഡു മേടിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പറഞ്ഞാണ് നമ്മൾ വണ്ടി എടുക്കാൻ പോണ കാര്യം. അപ്പൊ ചേച്ചി കോസ്റ്റ്യൂം നമ്മൾ ഇത് മതി എന്നൊക്കെ പറഞ്ഞു. ചേച്ചി എനിക്ക് കുറെ വരച്ച് അയച്ചു തന്നു. നമ്മൾ ഓക്കെ പറഞ്ഞു. എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വരച്ച സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇമാജിൻ ചെയ്യാനുള്ള ബോധമില്ല. അപ്പൊ എനിക്ക് റെഫറൻസ് കണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ചേച്ചി എന്റെ അടുത്ത് റെഫറൻസ് കാണിച്ചാൽ ഓക്കെ പറഞ്ഞു, സെറ്റ് ആക്കി. ഞാൻ അങ്ങനത്തെ ഒരു പാന്റും കൈൻഡ് ഓഫ് സാധനം ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. എന്റെ പൊന്നോ, ഓക്കെടാ, ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെ പാന്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇതൊക്കെ എല്ലാം ഇന്നലെ ഞാൻ മിൻകയിൽ പോയി ട്രയൽ ചെയ്ത് നോക്കിയപ്പോ നമ്മൾ റേഡിയോയിലായിരുന്നു. നമുക്ക് കൗമുദി ടിവിയുടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അതിന് പോയിട്ട് വെളുപ്പിനെയാണ് വന്നത്. അവിടുന്ന് റേഡിയോ പോയി റെക്കോർഡിംഗ്, പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ എടുത്ത് മിൻകയിൽ പോയിരുന്ന് എഴുതുമായിരുന്നു. ട്രയൽ ചെയ്തു, എനിക്ക് ലൂസ് ആയിരുന്നു, വീണ്ടും ഇട്ടു, വീണ്ടും ഇട്ടു. അങ്ങനെ സെറ്റ് ആയിരേ. ഫൈനലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഒരു കളർ തീം ക്രീമാണ്. വണ്ടിയുടെ കളർ വൈറ്റിനകത്ത് ഗ്രാഫിക്സ് ഉള്ള കാരണം നമ്മൾ ഒരു തീം ഷെയ്ഡൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അല്ല, ഒരു ക്രീം ഷെയ്ഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം. അപ്പൊ മിൻക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മിൻകയിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ മേക്കപ്പ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, കാരണം ഇവര് വിട്ടിട്ട് എനിക്കൊരു പരിപാടി ഇല്ല. വിഭ മേക്ക് ഓവർ സ്റ്റുഡിയോ. ഇനി ഇത് ചേച്ചി നിങ്ങൾ കണ്ടില്ല, അവിടെ ഞങ്ങൾ ഇങ്ങനെ ഓളം വെച്ച് ബഹളം ഉണ്ടാക്കി അലമ്പിയാണ് വീഡിയോസ് എല്ലാം എടുക്കുന്നത്. കാറിൽ സൺറൂഫ് ഉള്ളതിന്റെ 2 ഗുണങ്ങൾ, ഗുണവും ദോഷവും. വെയിൽ കറക്റ്റ് മുഖത്തേക്ക് അടിക്കും, നല്ലപോലെ വീഡിയോയിൽ ഗ്ലോ കിട്ടും. അല്ലെങ്കിൽ കരിഞ്ഞി ഇതൊക്കെ ഇളകി പോകും. ഓക്കെ, മഴയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ അമ്മ? ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരാള് ചെറുതായിട്ട് പൊസസീവ് ആകുമെന്ന്. നിങ്ങൾ രണ്ടുപേരും എന്താണിത്, എത്ര നേരം തുടങ്ങിയിട്ട്? പോട്ടെ, എന്റെ കെർവ് കുട്ടന് സങ്കടം ആകുവോടാ? എന്റെ മോൻ പൊസസീവ് ആകുവോടാ? ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കെർവ് എടുക്കാൻ പോയപ്പോ നമ്മൾ ഇത്രയും നമുക്ക് അറിയത്തില്ലല്ലോ വണ്ടി എടുക്കാൻ പോകുമ്പോ എങ്ങനെയാണ്. നമ്മൾ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല, നമുക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടത്, ഒന്നും അറിയത്തില്ല. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സമയത്ത് പോയി എടുത്ത എന്റെ കെർവൂട്ടനാണ്, എന്റെ ഫസ്റ്റ് ബേബിയാണ്. അപ്പം അറിയാലോ, എല്ലാവർക്കും അത്രയ്ക്ക് അറിയാലോ. എന്റെ ബർത്ത്ഡേയും കെർവിന്റെ ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കുമ്പോ ഹാപ്പി ബർത്ത്ഡേ കെർവ് എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു എന്റെ കൊച്ചിന്റെ. അപ്പൊ ഇങ്ങനെ മെസ്സേജ് നമുക്ക് സന്തോഷമാണ്. അത്രയും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന പോലെ കെർവിനെ സ്നേഹിക്കുന്നുണ്ട്, കെർവിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ചാച്ചാ അപ്പൊ സന്തോഷമുണ്ട്. അപ്പൊ കെർവ് എടുക്കാൻ പോയപ്പോ നമ്മൾ ഇത്ര ആഡംബരം ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ അമ്മ? ഞങ്ങളതിപ്പോ പറയുമായിരുന്നു. ലഡു മേടിച്ചോണ്ട് അപ്പം വന്നിട്ടുണ്ട്. മേടിച്ചോ? ഓക്കെ, ഒരു കുതിരപ്പുറത്ത് കയറുന്ന ഫീലോട് കൂടിയാണ് ചാച്ച ഇതിനകത്ത് കയറുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇതൊന്ന് ബാക്കിലോട്ട് വെച്ചേക്കോ മരിയ. ഓക്കെ, അപ്പം എന്താ ഭയങ്കര സന്തോഷമുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ അപ്പ? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, സന്തോഷം. ഓക്കെ.